ഹായ് എല്ലാവർക്കും എസ് സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ദൃഢം വിപരീതം എന്താണ്? ദൃഢം ശിഥിലം. ദൃഢം വിപരീതം ശിഥിലം. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏതാ? മേഘം എന്ന അർത്ഥം വരുന്ന പദമാണ് ഓപ്ഷൻ പറയാം: വാഹിനി, വാരിതം, വാരിധി, വാരിജം. ഏതാ? വാരിതം. വാരിതമാണ്. മേഘം എന്ന അർത്ഥം വരുന്ന പദമാണ് വാരിതം. കൂപമണ്ഡുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? കൂപമണ്ഡുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ലോകവിവരം ഇല്ലാത്തവൻ. ലോകവിവരം ഇല്ലാത്തവനാണ് കൂപമണ്ഡുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ലോകവിവരം ഇല്ലാത്തവൻ. 800 എന്ന പദം തിരിച്ചെഴുതുക. 800 എന്ന പദം തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരിക? n + 100 ആണ് 800. n + 100 ആണ് 800. n + 100 800. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. സുതൻ, സുധ. സുതൻ തത്തയുടെ താണ്. സുതൻ, സുധ. സുതന്റെ സ്ത്രീലിംഗമാണ് സുധ. ഇനി രാജാവും ഋഷിയുമായുള്ളവൻ, ഇത് ഒറ്റപ്പദമാക്കുക. രാജാവും ഋഷിയുമായുള്ളവൻ ഒറ്റപ്പദമാക്കുക. എന്താ പറയാ? രാജർഷി. രാജാവും ഋഷിയുമായുള്ളവനാണ് രാജർഷി. രാജർഷി. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. തീ പ്ലസ് കനൽ ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരിക? തീക്കനൽ. കാ ഇരട്ടിക്കൂട്ടോ. കാ ഇരട്ടിച്ചിട്ട് തീക്കനൽ. തീ പ്ലസ് കനലാണ് തീക്കനൽ. ഇനി പുത്ര എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന്? പുത്ര എന്ന പദത്തിന്റെ പര്യായ പദം ഓപ്ഷൻസ് വായിക്കാം: തനയൻ, ജനകൻ, ആത്മജൻ, തനുജൻ. ഏതാണ്? തനയൻ, ജനകൻ, ആത്മജൻ, തനുജനാണ് പുത്രൻ എന്ന പദത്തിന്റെ. അതിലേതാ വരുന്നത്? പര്യായ പദം അല്ലാത്തത് ജനകൻ ആട്ടോ. ഏതാ? ജനകൻ. ജനകൻ എന്നതിന്റെ മീനിങ് എന്താ? അത് പിതാവാണ്. ജനകൻ എന്നത് പിതാവാണ്. തനയൻ, ആത്മജൻ, തനുജൻ. തനയൻ, ആത്മജൻ, തനുജൻ ഇതൊക്കെ എന്താ പറയാ? പുത്രനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാ? പൂജക ബഹുവചനത്തിന് ഉദാഹരണം: കുട്ടികൾ, സ്ത്രീകൾ, ഗുരുക്കൾ, പുരുഷന്മാർ. ഇതിലേതാ? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഗുരുക്കൾ. ഗുരുക്കളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അത് ഏതാണെന്ന്? നിഘണ്ടു, ലേഖകൻ, ശബ്ദം, കൃത്യനിഷ്ഠ. ഏതാ? ലേഖകൻ കേട്ടോ. ലേഖകൻ അതാണ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദൃഢം എന്ന പദത്തിന്റെ വിപരീതമാണ് ശിഥിലം. ദൃഢം ശിഥിലം. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? മേഘം വാരിതം. മേഘത്തിന്റെ അർത്ഥം വാരിതം. കൂപമണ്ഡുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോകവിവരം ഇല്ലാത്തവനാണ് കൂപമണ്ഡുകം. 800 എന്ന പദം പിരിച്ചെഴുതുമ്പോൾ n + 100 ആണ് 800. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് സുധ. സുതൻ, സുധ. സുധ. രാജാവും ഋഷിയുമായിട്ടുള്ളവനാണ് രാജർഷി. രാജാവും ഋഷിയുമായിട്ടുള്ളവൻ രാജർഷി. തീ പ്ലസ് കനൽ തീക്കനൽ. താങ്ക് യു.